ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷാസ് കുക്ക് ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് മോർണിംഗിലും അതുപോലെ തന്നെ ഈവനിങ്ങിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിനടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ്സിലാണ് അളവുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഉപയോഗിച്ചും അളന്നെടുക്കാം. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത റവയും അതുപോലെ തന്നെ വറുക്കാത്ത റവയും ഒക്കെ ഉപയോഗിക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് ഞാൻ ആ ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് നോക്കിയെടുക്കണം. എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ടിതിനെ ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് ഇതിനുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വന്നതിന് ശേഷം ഇതിലോട്ട് 1.5 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 2 പച്ചമുളക് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂണോളം മുളക് പൊടിയും, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തതാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയിലോട്ട് ചിക്കൻ പീസുകളാക്കിയതും അതുപോലെ തന്നെ ബീഫ് പീസുകളാക്കി എടുത്തതും ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ പൊട്ടാറ്റോ മസാലയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ചപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. റവ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തിക്കായിട്ട് വരും. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഇനി ഈ മാവിലോട്ട് ഒരു 1/4 സ്പൂൺ സോഡപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിലുള്ള മാവാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി
ഇനി ഫില്ലിങ്ങിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കേണ്ടത്. മുഴുവനായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 3 ഗ്ലാസ്സിലോട്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ ഗ്ലാസിൻ്റെയും 1/4 ഭാഗത്തോളം നമുക്ക് ഈ മാവിനെ ഒഴിച്ചു കൊടുക്കാം. മൂന്ന് ഗ്ലാസ്സിലും ഇതുപോലെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് 3 ഗ്ലാസും ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ മാവിലോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മസാലയുടെ കൂട്ട് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. 15 മിനിറ്റ് ആയപ്പോഴേക്ക് തന്നെ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ പുറത്തെടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കൊട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ്. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കണം, അല്ലാഞ്ഞാൽ നല്ല എരിവായിരിക്കും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ സ്നാക്കിനെ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ചെയ്തത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.